ഫറോക്ക് പാലത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കുന്നംകുളത്ത് നിന്നും കാസർഗോഡേക്കുള്ള ലോറി യാത്രയിലാണ്. അശോക് ലൈലൻഡിൻ്റെ ലോസിലാണ് പോകുന്നത്. ഇന്ന് ലൈറ്റില്ലാത്ത പാലാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിൽ പച്ചയും മഞ്ഞയും ചുവപ്പും നീരയും വെച്ച് കത്തിച്ച് അലക്കിയിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ ഇല്ല. സമയം 1 മണി കഴിഞ്ഞിട്ടോ, അതുകൊണ്ടാണോ അറിയില്ല. ഈ പാലത്തിന് എന്തെങ്കിലും പറയാ? ഇത് CH അല്ല, മറ്റേ AKG ഓവർ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ AKG ഓവർ ബ്രിഡ്ജ് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. സമയത്രേ സുർജിയെ? 2:10. 3 മണിക്കൂർ കൊണ്ട് നമ്മൾ കുന്നംകുളത്തുനിന്ന് ഇവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് 3/4 മണിക്കൂർ നമ്മൾ ബ്രേക്ക് ഉണ്ട്, ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ റെയിൽവേ മേൽപ്പാലാണ്. നമുക്ക് കോഴിക്കോടിൻ്റെ രാത്രി കാഴ്ചകളൊന്ന് കാണാം. നൈറ്റ് ലൈഫ് ബീച്ചിൽ എങ്ങനെയാണ്. ഇത് നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. ഈ വഴി നേരെ ചെന്നാൽ ബീച്ചിലെത്തും. അവിടുന്ന് റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആണ് കോഴിക്കോടിൻ്റെ പ്രശസ്തമായ ബീച്ച് ഏരിയ ഉള്ളത്. ഇടിയങ്കര അല്ലേ? ഇടിയങ്കര മറ്റേ പള്ളി ഫേമസ് ആണല്ലോ. ഈ പള്ളി ഒന്ന് കാണിച്ചോ? അല്ലോത്തല്ലേ? ഇടത്തോട്ട് തിരിച്ചൊക്കെ ഇടിയങ്കര പള്ളി. എന്താണ് മറ്റേ ഇതിൻ്റെ വലത് ഭാഗത്താണ് കുറ്റിച്ചിറ അല്ലേ? ഈ ഏരിയയിലല്ലേ കുറ്റിച്ചിറ മുച്ചുന്തി ഭീകര അമ്പാളല്ലേ? നമ്മളങ്ങനെ കോരപ്പുഴ പാലത്തിലെത്തിയിട്ടുണ്ട്. എലത്തൂർ. ഇത് പുതിയ പാലമാണ് അല്ലല്ലോ? ഇത് പഴയതല്ലേ? പഴയ, അതായത് ഇത് സിംഗിൾ നമ്മളെ ഫറോക്ക് പാലമാതിരി ഒരു ബസ്സിൽ പോയാൽ മറ്റേ ബസ് അവിടെ കാത്തിക്കണ്ടേനി. അപ്പൊ അതിപ്പോ വലുതാക്കിയതാ, വീതി കൂട്ടിയില്ലേ? വീതി കൂട്ടി. അപ്പൊ 2 ഭാഗത്തേക്കും സുഖമായിട്ട്. അപ്പൊ ഇതിന്റെ പഴയ പാലം എവിടെ പോയി? പഴയ പാലം, അതായത് ആ പാലം ഫുള്ള് പൊളിച്ചിട്ട് ഇവിടെ എത്രയോ ഒരു 1.5 വർഷം പോലെ ഈ വഴി വാഹനങ്ങൾ പോലായിരുന്നു. പുതിയങ്ങാടിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് അത്തോളി വഴി അങ്ങനെ കേറി എരഞ്ഞിക്കൽ വഴി വരഞ്ഞത്. പുതിയങ്ങാടി പാവങ്ങാടുന്ന് അങ്ങനെയായിരുന്നു ഇങ്ങോട്ടേക്കുള്ള ബസ്സൊക്കെ വന്നത്. ഇപ്പൊ നമ്മള് കാട്ടിലെപ്പീടിയ എന്ന സ്ഥലത്തുണ്ട്. കാട്ടിൽ പീടിയുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാടില്ല, പീടിയുണ്ട് അല്ലേ? ഇനി നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്യില്ലേ? മേൽപ്പാലം ഉണ്ടല്ലോ, വെങ്ങളം ഗേറ്റ്. പഴയ വെങ്ങളം ഗേറ്റാ. ഇവിടെയാണ് മേൽപ്പാലം. ഒരു 10-20 കൊല്ലം മുന്നേ കണ്ണൂർ പോയ എത്ര ഗേറ്റ് ഉണ്ടായിരുന്നു? ഞാൻ പോയതാണല്ലോ. 6-7 ഗേറ്റ് ഇടല്ലേ കണ്ണൂർ എത്തുമ്പോഴത്തേക്ക്? കണ്ണൂർ ഗേറ്റ് ഇവിടെ ഈ എലത്തൂർ കോരപ്പുഴേന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് തന്നെ 2 ഗേറ്റ് ആയില്ലേ? വെങ്ങളും വെങ്ങാലിയും. പിന്നെ ചെങ്ങോട്ടുകാവ് അവിടെ കൊയിലാണ്ടിക്ക് ഗേറ്റ്. അത് കഴിഞ്ഞിട്ട് നന്ദിയിൽ ഗേറ്റ് 4. പിന്നെ ഗേറ്റില്ല. പിന്നെ കണ്ണൂരായിരുന്നു താഴെ ചൊവ്വ. അതിന്റെ മുമ്പ് എടക്കാടോ, അങ്ങനെ 6 ഗേറ്റ്. ഒക്കെ പാലായി പോയി. ഇനിയിപ്പോ ഇപ്പൊ താഴെ ബൈപ്പാസ് ഉണ്ട്. നേരെ പോന്നെ. ഏഴടവും കിട്ടിയാലേ ഒരു ദിവസം ആകെ ഒരു ട്രിപ്പല്ലേ പോയി ഇറങ്ങാൻ കഴിയുള്ളൂ അല്ലേ? അങ്ങനെയൊക്കെ കിട്ടിയ ബസ്സുകാരും ഉണ്ടാവില്ലേ? നമ്മളിപ്പോ വെങ്ങളം ബ്രിഡ്ജാട്ടോ കയറുന്നേ. അതെ, വെങ്ങളം ബ്രിഡ്ജ്. ഇതിന് ലൈറ്റപ്പ് ഒന്നുമില്ല അല്ലേ? ഇല്ല. ഇതേതാ ഉല്ലാസയാത്ര? അത് ഇവിടുന്ന വരുന്നത് തലശ്ശേരിന്ന്. ഏതാ? മൂന്നാറാ? എവിടേക്കാന്നറിയില്ല. ഉല്ലാസയാത്ര എന്ന് മാത്രമേ ഉള്ളൂ. KSRTC-ന്റെ മറ്റേ എക്സ്പ്രസ് ഉണ്ടല്ലോ, ഗ്രീൻ കളറുള്ള സൂപ്പർ എക്സ്പ്രസ് അല്ലേ? സൂപ്പർ എക്സ്പ്രസോ? ഗ്രീനും സൈഡിലൂടെ മഞ്ഞ ഡിസൈൻ ഉള്ള താഴേക്ക്. അതെ.
Pause. Stop recording. നമുക്ക് കണ്ണൂർ കയറാതെ പോണോ? കണ്ണൂർ കയറാതെ കണ്ണൂർ എന്തായാലും കയറണ്ടേ? കണ്ണൂർ ടൗണിൽ കയറാതെ വടകരയിൽ നിന്ന് പാനൂര് കതിരൂര്. അയ്യോ അത് രാത്രി റിസ്ക് ആ റോഡ്. ആണോ? പിണറായി. അതെ അതെന്താ വെച്ചാല് അത് ഈ വളവും തിരിവ് നമുക്ക് പിന്നെ തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്. പകല് പോകുന്ന പോലെയല്ല. നമുക്ക് മാഹിയുടെ പുതിയ ബൈപ്പാസ് പോലെ ആദ്യം താഴെക്കൂടെ പോയിട്ട് കുറച്ച് ഡീസൽ അടിക്കണം. പുതിയ ബൈപ്പാസിലൂടെ ഡീസൽ ഇതില് ഉണ്ട്, ഹാഫ് ടാങ്ക് ഉണ്ട്. എന്നാലും അവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു കട്ടയും കൂടി ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കുറയും. അപ്പോൾ എന്നാലും അടിച്ചിട്ടാളാം. അവിടെ നല്ല ഡീസൽ തന്നെയാണോ? മാഹിയിൽ നല്ല ഡീസൽ തന്നെയാണോ? നല്ലതാണോ ചീത്തയാണോ അറിയില്ല. എന്തായാലും അവിടെ എത്രയാ 13 ഉറുപ്പിട്ട കുറവുണ്ട് ഒരു ലിറ്ററിന്. 10 ലിറ്റർ അടിച്ചാൽ 130 കിട്ടൂലേ? അത് ഞാന് ആലോചിച്ചില്ല. നമ്മളിപ്പോൾ ഉള്ളത് നന്ദി എന്ന് പറയുന്ന സ്ഥലത്തില് മേൽപ്പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേൽപ്പാലം കഴിഞ്ഞാൽ തിക്കോടിയാണ്. തിക്കോടിയൻ്റെ കട. ഒരു സെക്കൻഡ് തന്നെ ആണോന്ന് അറിയില്ല, ഒന്നും മനസ്സിലാവില്ല. നമ്മള് 6 വരി കയറിയ പിന്നെ താഴോട്ടേക്കുള്ള ഒരു കാഴ്ച ഇല്ലല്ലോ. ശരിയാ. ഇവിടെ ലോറികളൊക്കെ നിർത്തിയിട്ട് വന്നിട്ടുണ്ടല്ലോ. അത് നൈറ്റ് സർവീസ് രാത്രി ഓടുന്നവര് ഏകദേശം 2 മണി 3 മണിയൊക്കെ ആയപ്പോഴേ വിശ്രമിക്കുന്ന ഒരു കണ്ണുമാളല് വരും. എല്ലായിടത്തും ദേശീയപാത വികസനമാണ്, പക്ഷേ ഈ രീതിയിലാണ് ദേശീയപാത വരുന്നത്. ഇവിടെ കുറച്ച് ഭാഗം റോഡ് തുറന്നു കൊടുത്തു. ക്യാബിനുള്ളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ എൻ്റെ മുഖം കൃത്യമായി കിട്ടൂല. എല്ലാത്തും മാഹിയാണോ? ഏതൊരു പാലാണ്. വടകര. ഇത് മൂരാട് പാലാ. ആണ് മൂരാട് പാലം. പഴയ പാല ഇടതു ഭാഗത്തില്ലേ? ഇടതു ഭാഗത്ത് സർവീസ് റോഡായിരിക്കും. ആ പാല സർവീസ് റോഡായിട്ട് മാറും. മൂരാട് പാലം, കോട്ടപ്പുഴ, കുറ്റ്യാടിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ വടകര. വടകര പുതുപ്പണം. പണ്ട് ഇവിടെയൊക്കെ എത്ര വെയിറ്റ് ചെയ്തിട്ടുണ്ടറിയോ? മറ്റേ ഒരു ലൈന് പോയി തീരല്ലേ? അത് ബസ്സുകാർ അടിയാണ്. ആദ്യം കയറണവർക്ക് ആദ്യം കയറിയവന് ആദ്യം പോണോ, ചിലപ്പോൾ പകുതിയിൽ നിന്ന് റിവേഴ്സ് എടുത്ത് വരികയൊക്കെ ചെയ്യും. വടകര, തലശ്ശേരി, കണ്ണൂര്. നമ്മൾ വടകര എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം എത്രയായി? 3:30. 11:10 നമ്മൾ കുന്നംകുളത്ത് നിന്ന് വന്നതാണ്. ഇപ്പോൾ 3:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വടകര പിന്നിട്ടു. മുന്നിലൊരു സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. മാഹിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമയം 4:15. ഇതാണ് മാഹിയുടെ ഒരു രാത്രി അവസ്ഥ. കുറച്ചുകൂടി പോട്ടെ. Stop recording. നമ്മൾ മാഹിയിൽ നിന്ന് എണ്ണ അടിക്കാൻ കയറിയതാണ് വണ്ടി. ഇവിടെ എത്രയാണ് സുർജിയ സ്റ്റേഷനിൽ?
ഇവിടെ 81 രൂപ 90 പൈസ. 81 രൂപ. നാട്ടിലോ? 2 രൂപയ്ക്ക് 10. അവിടെ നാട്ടില് 80. നാഹിയിൽ എണ്ണ അടിക്കാണ്. 93 റുപ്യ പെട്രോള്, 82 റുപ്യ ഡീസൽ. Switch the front camera. ഇവിടത്തെ അതായത് മാഹി മുതൽ തലശ്ശേരി വരെയുള്ള ടോൾ റോഡ് അതായത് 6 വരിപ്പാത പൂർണ്ണമായും പണി കഴിഞ്ഞ ഭാഗം. ടോളിന് വേണ്ടി അതായത് ടോള് കൊടുത്ത് പോകാൻ പറ്റിയ 6 വരിപ്പാതയിലേക്ക് കയറി ലൈനിട്ടതാണ്. കോഴിക്കോട് നമ്മളെ കേരളത്തിലുള്ള പൂർണ്ണമായും ഗതാഗത യോഗ്യമായ ആദ്യ റീച്ച് കഴിഞ്ഞ പാലം ആ ഭാഗം മാഹിയിലെ ഭാഗമാണ്. ഇവിടെ അല്ലേ പ്രധാനമന്ത്രി വന്നത്? അല്ലേ? മോദി വന്നില്ലേ അവിടെ? മോദിയാണോ അവിടെ ഉദ്ഘാടനം ചെയ്തത്? മോദിയോ ആരോ ഒന്ന് വന്നിട്ടുണ്ടല്ലോ, കേന്ദ്രമന്ത്രിമാര് അല്ലേ? ഓർമ്മയില്ല. എന്തായാലും കേരളത്തിലെ ഫസ്റ്റ് ഇതാണിത്. ആ ക്രെഡിറ്റ് വെൽ കിട്ടി. അതാ ഇപ്പൊ പണി കഴിച്ചാലോ പുതിയല്. പഴയ സ്ട്രെച്ചിൽ വേറെ ഉണ്ട്. ഏത് റോട്ടിലറിയോ? എടപ്പള്ളി മണ്ണുത്തി ഉണ്ടല്ലോ. അത് 4 വരിയല്ലേ? അല്ല, അത് 6 വരിയാ. നമ്മളെ തുരങ്കം അല്ല, കുതിരാന്റെ അല്ല, മണ്ണുത്തി. പിന്നെ അങ്കമാലി ബൈപ്പാസ് ഇല്ലേ, ആ റോഡ്. മണ്ണുത്തി മുതൽ അങ്കമാലി വരെ 6 വരിപ്പാതയാ. അതിൽ 6 വരിപ്പാത പറയുന്നത് എങ്ങനെയാ അറിയോ? 2 സൈഡിൽ സർവീസ് റോഡ്, അങ്ങനെ 6 വരി. അതാണ് 2 വരി. പിന്നെ നടുക്ക് 2 വരി വേറെ, അങ്ങനെ 4. ഡിവൈഡറിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഈ 2 വരി. പിന്നെ വീണ്ടും ഡിവൈഡർ, സർവീസ് റോഡ്, അങ്ങനെ മൊത്തം 3 ഡിവൈഡർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എങ്ങനെയാ? ഇവിടെ 8 വരി ഉണ്ടാവും ടോട്ടല്. 8 വരി ഉണ്ടാവും അല്ലേ? നടുക്ക് സർവീസ് റോഡ്. അതായത് ഇപ്പോ ഞാൻ പോകുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡാ. ഇതിന്റെ അപ്പുറത്ത് 2 ട്രാക്കും കൂടി ഉണ്ട്. സർവീസ് റോഡ് അല്ല, സർവീസ് റോഡ് താഴെ ഈ ഒരു മതില് കാണുന്നതാ, ഇതിന്റെ താഴെയാണ് സർവീസ് റോഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണ ദിശയിലേക്ക് 3 ട്രാക്ക്, അപ്പുറം 3 ട്രാക്ക്, അങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് പോകുന്ന ദിശയിലേക്ക് 3 ട്രാക്ക്. അതിന്റെ അപ്പുറത്ത് ഒരു സർവീസ് റോഡ്. അത് ഇവിടെ ഉള്ളൂ നേരത്തെ. മണ്ണുത്തി പാലക്കാട് റൂട്ടിൽ അങ്ങനെ ആയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Battery power 15% charge. Phone Stop recording. ഇതാണ് മാഹി തലശ്ശേരി ബൈപ്പാസിലുള്ള ടോൾ ഗേറ്റ്. Select that ultra wide lens button. ഫാസ്റ്റാക്കല്ലേ? ഇനി നമുക്ക് ടോൾ ഗേറ്റ് ഇല്ലല്ലോ. നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ്, ഇത് കാൾടെക്സ് ആണ്. ഇനി വളപട്ടണം എത്തണം. അവിടുന്ന് ഏത് വഴി പോകണമെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ വളപട്ടണം പാലത്തിലെത്തി. വളപട്ടണം പാലത്തിൻ്റെ ഒരു രാത്രി കാഴ്ച എങ്ങനെയാട്ടോ. ആ ഭാഗത്തൊരു റെയിൽവേ പാലമുണ്ട്. നമ്മൾ വീഡിയോയിൽ കിട്ടില്ല, കുറച്ചങ്ങോട്ട് വിട്ടിട്ടാണ്. നമ്മളിനി ഇവിടുന്ന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിലോട്ട് തിരിയാണ്. പാപ്പിനിശ്ശേരി, കണ്ണപുരം, ചെറുകുന്ന്, പഴയങ്ങാടി വഴി പിലാത്തറ, പയ്യന്നൂർ വഴി നമ്മൾ പോകാൻ വിചാരിച്ചു. കാരണം ഇവിടെ ഫുള്ള് ഹൈവേ വികസന പണി നടക്കുകയാണ്. ധർമ്മശാല, തളിപ്പറമ്പ്, പരിയാരം, ചുടല വഴി അങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വഴി അങ്ങ് പോകാൻ. മാത്രമല്ല ഇപ്പോൾ വാഹനങ്ങൾ കുറച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട്. സൂര്യ സമയം എന്തായി? സമയം 5:20. അപ്പോൾ ഇനിയിപ്പം ബസ്സുകളൊക്കെ കൂടി തുടങ്ങും, വാഹനങ്ങളും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഹൈവേയിലൂടെ പോലും നമുക്ക് ബ്ലോക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഒന്ന്
ടേൺ ചെയ്ത് ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞ റെയിൽവേ മേൽപ്പാലമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കടന്നു പോകാം. ഇടത്തോട്ട് തിരിഞ്ഞു. ഏതാണ്ട് ദൂരമൊക്കെ കണക്ക് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഇതിലൂടെ ആകുമ്പോൾ നമുക്ക് നല്ല റോഡ് കിട്ടും. ചെറിയ ഹൈവേനെ അപേക്ഷിച്ച് ചെറിയ റോഡാണെങ്കിലും മോശമില്ലാത്ത റോഡാണ്. പിലാത്തറ വരെ നല്ല റോഡ് കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ ഹൈവേ തന്നെ ആശ്രയിക്കണം കാഞ്ഞങ്ങാട് വരെ. കാഞ്ഞങ്ങാട് നിന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെയും മാറ്റി പിടിക്കും. ഇതാണ് നമ്മളുടെ ഒരു പ്ലാൻ. ഇപ്പോൾ പാപ്പിനിശ്ശേരിയിൽ റെയിൽവേ ഗേറ്റ് ഇല്ല, പാലല്ലേ? ഇവിടെ ഒരു പാപ്പിനിശ്ശേരി മുമ്പ് റെയിൽവേ ഗേറ്റ് ആയിരുന്നു. ഇപ്പം പാലം പണിതിട്ടുണ്ട്. കുറേ അല്ലേ? ഞാൻ വന്നിട്ട് കുറേ അതാ സംഭവം. കണ്ടോ, വണ്ടിക്കാർ ഒക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ലോങ് നൈറ്റ് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ, ഒരുവിധ ആളുകൾക്കൊക്കെ ഈ വഴിയൊക്കെ അറിയാം. ഇത് നമ്മളിപ്പോൾ റെയിൽവേ മേൽപ്പാലത്തിലാണ്. ഇടത് ഭാഗം കണ്ണൂർ, വലത്തോട്ട് കാസർഗോഡ്. സമയം 6:15. ഹൈവേ വികസനം പണികൾ പ്രകൃതിയെ നടക്കുകയാണ്. പിലാത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി അടുത്തത് എടാട്ടുപറമ്പ് പയ്യന്നൂരാണ്. വണ്ണാത്തിപ്പുഴയുടെ പാലം കടന്ന് വേണം നമ്മൾ പോകാൻ. ഈ സ്ഥലമൊക്കെ പണ്ട് നല്ല മരങ്ങളുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഒരുപാട് കിളികളുണ്ടായിരുന്ന അതിമനോഹരമായ സ്ഥലമായിരുന്നു പിലാത്തറ. പരിയാരം മുതൽ പയ്യന്നൂർ വരെയുള്ള ഈ പിലാത്തറയുടെ പടിഞ്ഞാറ് ഭാഗം, ഏഴിലോട് എടാട്ടുപറമ്പൊക്കെ അതിമനോഹരമായ സ്ഥലങ്ങളായിരുന്നു. നല്ല വലിയ മരങ്ങൾ, ഒരുപാട് പല ടൈപ്പ് കിളികൾ കൂട് വെക്കുന്ന അവരുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്നിട്ട് കുറച്ചായി. നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഒരു 7:10 ആകുമ്പോഴത്തേക്കും കാഞ്ഞങ്ങാട് ടൗണിലെത്തിയിട്ടുണ്ട്. ഇതാണ് കാഞ്ഞങ്ങാട് ടൗൺ. ഇതാണ് ഞങ്ങൾ. ഇപ്പോഴാണ് ഞങ്ങളെ കാണാൻ പറ്റുക. ഇപ്പോഴാണ് വെളിച്ചമായത്. ഇനി നമ്മൾ നേരെ പള്ളിക്കര, ഉദുമ, ചന്ദ്രഗിരി വഴി കാസർഗോഡേക്കാണ്. നമ്മൾ ഹൈവേ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ ബേക്കൽ കോട്ട എത്താറായി. ഈ കാണുന്നില്ല, ഇവിടെയാണ്. ഇവിടെ അപ്പുറത്ത് കടൽ തീരമുണ്ട്. കടൽ തീരത്തേക്കായിട്ടാണ് ബേക്കൽ കോട്ട ഉള്ളത്. പ്രധാനപ്പെട്ടൊരു കാസർഗോഡുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബേക്കൽ കോട്ട. ഭാഗത്താണ്. ഇവിടെയാണ് ബേക്കൽ കോട്ട. നമ്മളിപ്പോൾ ഉള്ള ചന്ദ്രഗിരി പുഴയുടെ മുകളിലാണ് പാലം. കാസർഗോഡ് ടൗൺ എത്താറാവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട പുഴയായിരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ 5 പുഴകളിൽ ഒന്നാണ് ചന്ദ്രഗിരി. നമ്മളങ്ങനെ കാസർഗോഡ് ടൗണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ മംഗലാപുരം റോട്ടിലേക്ക് കയറിയില്ലേ?
മംഗലാപുരം റോഡിലേക്ക് കയറുന്നത്. അതാ ആ മേലെ കാണുന്ന മറ്റേ പാലാണ് നമ്മളെ 6 വരിപ്പാത വരുന്നത്. ആ ഹൈവേ അതാണല്ലേ. രാവിലെ 7:45 ആയതേ ഉള്ളൂ. നമ്മൾ ഏതാണ്ടൊരു 8.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് ടൗണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളം രണ്ടായത് കണ്ടോ? System sound ഞാനിപ്പോൾ volume setup. ഉപ്പളയിലാണുള്ളത്. ഇവിടെ 6 വരി പാതയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഉപ്പള ടൗണ്, ഇപ്പുറത്തും ഉപ്പള ടൗണാണ്. 6 വരി പാത. നമ്മളിനി ഉപ്പളയിൽ നിന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്നതാണ്. ഇനി കൈക്കമ്പയിൽ പോകണം. കൈക്കമ്പയിൽ നിന്ന് ഉള്ളോട്ട് നമുക്ക് ബായാറിലേക്കാണ് പോകേണ്ടത്. ബായാർ പൈവല്യം.